ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞങ്ങളൊരു ഹെൽത്തി ചപ്പാത്തി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മമ്മി കാണിച്ചു തരും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. കുറച്ച് നുള്ള് അയമോദകം പൊടിച്ച് ഇതിലിടുക. ഒരു നുള്ള് എള്ള്, ഉപ്പ്, പാകത്തിന് ഉപ്പ്, രണ്ട് ഉരുളക്കിഴങ്ങ് ചെറിയത് വേവിച്ച് വെച്ചതാണ്. 2 സ്പൂണ് തൈരും പാലും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കുഴയ്ക്കണം. കുറച്ച് കൊത്തമല്ലി നുറുക്കിയിട്ട് അതിലിടണം. കുഴയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി കുഴയ്ക്കുക. ഈ തൈരും ഉരുളക്കിഴങ്ങും എള്ളും ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴയ്ക്കുക. കുഴച്ച് വെച്ച ഇതാണ് കുഴച്ച് തയ്യാറാക്കിയ മാവാണത്. അരമണിക്കൂർ കുഴച്ച് നമ്മൾ വെക്കണം, എന്നാലും അത് സോഫ്റ്റ് ആവുള്ളൂ. ഇത് ഹെൽത്തി ചപ്പാത്തി എന്നും പറയാം, ആലു പൊറോട്ട എന്നും പറയാം, എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിന് 2 പച്ചമുളക് ഇഷ്ടാനുസരണം എടുക്കാം. കുറച്ച് പുതിനയുടെ ഇല, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, ഇത്തിരി ശർക്കര, കൊത്തമല്ലി, പൊട്ടുകടല എല്ലാം കൂടിയിട്ട് അരയ്ക്കുക. കുറച്ച് പൊട്ടുകടലയൊക്കെ ആവുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അരയ്ക്കുക വെച്ചാൽ ഇത്തിരി നല്ലതാണ്. അരച്ച് ഒന്നിലോ പൊട്ടുകടല എടുക്കാം, അല്ലെങ്കിൽ നാളികേരം എടുക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി എടുക്കാം. ഇത് ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം. ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അരയ്ക്കേണ്ടി വരും. എല്ലാം കൂടി അരച്ച് കിട്ടിയ പേസ്റ്റാണത്. ഇതിൻ്റെ കൂടെ തൈരും കൂട്ടിയിട്ട് കഴിക്കാം, അച്ചാറ് കൂട്ടിയിട്ട് കഴിക്കാം. ഇതാണെങ്കിൽ നമുക്ക് ഇത്തിരി ഹെൽത്ത് ചമ്മന്തിയായി എന്ന് മാത്രം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അല്ലേ? മമ്മി 2 ചെറിയ ഉരുളക്കിഴങ്ങല്ലേ? നമ്മുടെ ഇഷ്ടത്തിന് ആട്ട എങ്ങനെ എടുക്കണേ അതനുസരിച്ച് ഇട്ടാൽ മതി. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങും കൂട്ടാം. ചേരുവകളും അതിനനുസരിച്ച് കൊത്തമല്ലി നമുക്ക് ഇഷ്ടാനുസരണം ഇടാം. അതേമാതിരി പുതിനയുടെ ഇലയും എത്ര വേണമെങ്കിലും ഇടാം. അപ്പം അങ്ങനെ നമ്മുടെ ആരോഗ്യകരവും രുചികരവുമായ ഹെൽത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. Thank you for watching. Stay tuned for more healthy, delicious and easy recipes. See you in the next video. Take care all.